ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിനി വ്ലോഗായിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്യൂബർട്ടി സെറിമണീൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വ്ലോഗില്ലേ, ലോങ് വീഡിയോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ വാട്സപ്പിൽ എനിക്ക് പലരും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ലോങ് വീഡിയോ ഇല്ലേന്ന് ചോദിച്ചിട്ട്. ലോങ് വീഡിയോ ഇല്ലേന്ന് ചോദിച്ചവരോട് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഷോർട്സിൽ തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതുകൊണ്ട് അതൊക്കെ കൂട്ടിയിട്ടൊരു മിനി വ്ലോഗ് ആക്കാമെന്ന് വിചാരിച്ചതാണ്. ഞാൻ പോയടനെ നമ്മൾ ബ്രൈഡിനെയും ഫ്രണ്ട്സിനെയൊക്കെ കുറേ വീഡിയോസ് എടുത്ത് കൂട്ടിയിട്ടാ. പിന്നെ ഇത് നമ്മളെ ഫാമിലിയിലെ ഏറ്റവും കുഞ്ഞ മെമ്പർ. അങ്ങനെ കുറച്ചു നേരം മോളെ കൊഞ്ചിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് അടിക്കാൻ പോയി. ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടാ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് അടിക്കുന്നത് ആരോടെങ്കിലും ഒന്ന് വീഡിയോ എടുത്തരോന്ന് ചോദിച്ചപ്പോൾ ഇതെന്റെ കസിൻ സിസ്റ്റർ എടുത്തന്ന വീഡിയോ ആണ് ഗൈസ്. ഞാൻ എന്തൊരു അഭിനയാണല്ലേ, എന്തൊരു നാച്ചുറാലിറ്റി. ആയൂസിന് ഐസ്ക്രീം കണ്ടപ്പോൾ പിന്നെ ബിരിയാണി വേണ്ടാതായി. അങ്ങനെ അവൾ ബിരിയാണി തീറ്റ നിർത്തിയിട്ട് പിന്നെ ഐസ്ക്രീമിലാണ് ഫുൾ കോൺസെൻട്രേഷനും. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പം അടുത്ത പരിപാടി ഗോൾഡ് ഇടൽ ചടങ്ങായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് ഗോൾഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതങ്ങനെ പുറത്തുനിന്ന് ആരും അല്ല കേട്ടോ, ഫുള്ള് നമ്മളെ ബ്രൈഡിൻ്റെ ഉമ്മ, സിസ്റ്റേഴ്സ്, പിന്നെ വല്യമ്മ അങ്ങനെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തുനിന്നൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ വേണ്ടപ്പെട്ടവർ മാത്രം. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എത്ര ചുരുക്കാൻ വിചാരിച്ചാലും അത്യാവശ്യം ആൾക്കാരുണ്ടാവും. ഗോൾഡ് ഇടലും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ, ഫുഡിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ആൻറ്റി ഉണ്ടാക്കിയ കേക്കായിരുന്നു കേട്ടോ. ആൻറ്റി ഒരു കേക്ക് മേക്കറാണ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ കേക്കായിരുന്നു, ടേസ്റ്റും അടിപൊളിയായിരുന്നു. അങ്ങനെ അവളുടെ ഫ്രണ്ട്സും പിന്നെ കസിൻസും ഒക്കെ കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ കേക്ക് കട്ട് ചെയ്താൽ സംഭവിക്കുന്ന സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായില്ല കേട്ടോ. മുഖത്തേക്കലും വാരലും കോരലും ഒന്നും തന്നെ ഉണ്ടായില്ല. നല്ല വൃത്തിക്ക് തന്നെ മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാത്രം ഈ ഒരു അവസ്ഥയിലായി. അതിൻ്റെ ശേഷം നമ്മൾ ചർച്ചകളാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ബ്യൂട്ടീഷ്യൻ ചേച്ചി മണവാട്ടിനെ ഒരുക്കാണ് രണ്ടാമത്തെ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട്. വീട്ടിൽ നിറയെ ആളുകളായതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ റീൽസിനായിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് കുറച്ച് പോകാനുള്ളൂ കേട്ടോ, കടപ്പുറത്തേക്ക്. അപ്പോൾ അവിടെ പോകണോ അതോ വേറെ എവിടെയെങ്കിലും പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ വിചാരിച്ചത് നമുക്ക് ഏതെങ്കിലും വീട്ടിൻ്റെ വരാന്തയിൽ വെച്ചിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താമെന്ന്. അങ്ങനെ നമ്മളിതാ ഒരു വീടിൻ്റെ വരാന്തയിൽ വെച്ച് ഫോട്ടോസും റീൽ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ റീൽസൊക്കെ ഷൂട്ട് ചെയ്യണത് എൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ശേഷം നമ്മൾ ബീച്ചിൽ പോയി, കടൽ കണ്ടു. പിന്നെ കുറച്ച് റീൽ ഷൂട്ടിൻ്റെ അപാരതകളാണ് കേട്ടോ. ഇത് ഭയങ്കര ഫണ്ണായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ ബൈ, സി യു.